നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ immunoglobulin which rises in hypersensitivity condition. ആൻസർ എന്ന് പറയുന്നത് IgE ആണ്. IgE will associate with allergic reaction and hypersensitivity condition ആയിട്ട് അസോസിയേറ്റഡ് ആണ് IgE എന്ന് പറയുന്നത്. അത് ഹിസ്റ്റമിന്റെ റിലീസ് മാസ്റ്റ് സെല്ലിൽ നിന്നുള്ള ഹിസ്റ്റമിന്റെ റിലീസ് ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ ബാസോഫിൽസിന്റെ when it binds to allergen. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് IgE ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെമച്ചൂറിയ. ഹെമച്ചൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറിനില് ബ്ലഡിന്റെ പ്രസൻസ് കാണുന്നതിനെയാണ് നമ്മൾ ഹെമച്ചൂറിയ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് WBC ആക്ട് ആസ് സ്കാവഞ്ചേഴ്സ് വെൻ ദേ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് പാത്തോജൻസ്. ഇത് WBC ആണ് സ്കാവഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ മാക്രോഫേജസ് ആണ്. മാക്രോഫേജസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് WBC ആണ്. അത് എന്ത് ചെയ്യും? നമ്മുടെ പാത്തോജൻസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ മാക്രോഫേജ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് WBC ആണ്. ദാറ്റ് വിൽ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് പാത്തോജൻ ത്രൂ എ പ്രോസസ് കാൾഡ് ഫാഗോസൈറ്റോസിസ് ആൻഡ് therefore they act as scavengers. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഹോർമോൺ വിച്ച് ലോവർ കാൽഷ്യം ലെവൽസ് ഇൻ പ്ലാസ്മ. ആൻസർ എന്ന് പറയുന്നത് കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ ആണ് നമ്മുടെ കാൽഷ്യം ലെവൽസ് ലോവർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് PTH, വൈറ്റമിൻ ഡി, കാൽസിറ്റോണിൻ ആണ്. നമ്മൾ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ കാൽസിറ്റോണിൻ PTH-നെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് therefore and they will reduce the calcium level. Then product of protein metabolism എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. യൂറിയ ആണ് മെയിൻ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ഈസ് കാൾഡ് ഗ്ലൈക്കോജീനോലിസിസ് ആണ്. ഓപ്ഷൻ ബി ആണ്. ദാറ്റ് മീൻസ് ഗ്ലൈക്കോജൻ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് ഫോർ എനർജി. നെക്സ്റ്റ് ഇലക്ട്രോഫോറസിസ് സെപ്പറേഷൻ ടെക്നിക് മെയിൻലി ബേസ്ഡ് ഓൺ. ഓപ്ഷൻ ബി ആണ്. ചാർജർ പാർട്ടിക്കിൾസ് ആണ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജർ ഉണ്ട്, നെഗറ്റീവ് ചാർജർ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. നെക്സ്റ്റ് ഇൻ അലർജി കണ്ടീഷൻ വി കോമൺലി ഫൈൻഡ് ആൻ ഇൻക്രീസ് ഓഫ് ഈസിനോഫിൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലർജിക് റിയാക്ഷൻസിലൊക്കെ കൂടുന്നത് ഈസിനോഫിൽസ് ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാൻക്രിയാറ്റിക് എൻസൈം. ഓപ്ഷൻ ബി അമൈലേസ് ആണ് പാൻക്രിയാറ്റിക് എൻസൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ക്യാൻ ബി ടേംഡ് ആസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോപ്റ്റോസിസ് ആണ്. അതായത് നമുക്കറിയാം സെൽ ഡെത്ത് എന്ന് പ്രോസസ് എന്ന് പറയുന്നത് സെൽ ഡെത്ത് അല്ലെങ്കിൽ അതൊരു നോർമൽ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ടിഷ്യൂ മെയിൻ്റെനൻസ് ആണ്. സെൽഫായിട്ട് ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നതാണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് PCR സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്, അതായത് നമ്മൾ PCR-ന്റെ സ്റ്റെപ്സ് ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡിനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് ഇലോങ്ങേഷൻ അതാണ് അതിന്റെ 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഡിനാച്ചുറേഷൻ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. അനീലിംഗ് എന്ന് പറയുന്നത് കൂളിംഗ് ആണ്. ഇലോങ്ങേഷന്റെ ടൈമിൽ DNA പോളിമറൈസ് സിന്തസൈസ് ആയി ന്യൂ DNA സ്ട്രാൻഡ് ആയിട്ട് വരും. അതാണ് PCR സൈക്കിളിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് PSA നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് യൂസ് ടു സ്ക്രീൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. അതായത് PSA എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ അതിന്റെ എലിവേറ്റഡ് ലെവൽ നമുക്ക് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു ഇൻഡിക്കേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ PSA വാല്യൂ നോക്കുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദി വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് മസിൽ മെറ്റബോളിസം വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ടു യൂറിൻ. നമ്മുടെ മസിലിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ ആണ്. അത് നമ്മൾ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അത് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻസിന്റെ സ്ക്രീനിങ്ങിനായിട്ട് കിഡ്നി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കിഡ്നി പെരിന്റെ ഒക്കെ സ്ക്രീനിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി എനർജി സോഴ്സ് ഓഫ് ബ്രെയിൻ. ഓപ്ഷൻ ബി ഗ്ലൂക്കോസ് ആണ്. ബ്രെയിൻ പ്രൈമറിലി യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ് അതിന്റെ പ്രോപ്പർ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്.